സോ ഹലോ ഗായ്സ് വാട്സ്ആപ്പ്. അപ്പോൾ തറവാടി ഗെവറിൻ്റെ അടുത്തൊരു തറവാടി വീഡിയോയിലേക്ക് എല്ലാ തറവാടികൾക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മുടെ മൈൻക്രാഫ്റ്റ് കേരള സർവൈവൽ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതമുണ്ട്. അയ്യോ ഗൈസ്, നിങ്ങളോട് ഞാനൊരു ശുഭവാർത്ത പറയാൻ ആയിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീടിൻ്റെ പ്ലാന് ഞാൻ മൊത്തമായിട്ടൊന്ന് മാറ്റുകയാണ്. ബേസിക്കലി നിങ്ങളോട് ഉള്ളതുമായിട്ട് തന്നെ പറയാം. ഞാൻ നമ്മുടെ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോൻ്റെ അപ്പോൾ ഞാൻ ChatGPT ചോദിച്ചു ഇങ്ങനെ അടിച്ചു വരിക തംബ്നെയിൽ. അതിന് വേണ്ടി ഞാൻ എൻ്റെ കണ്ടൻറ്റ് അടിച്ചു കൊടുത്തു. ഓക്കെ, ഗ്യാസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ChatGPT എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. സോ അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ കാണാൻ ഒരു ലൈഫുണ്ട്. അതായത് ഒരു കൃത്യ തറവാട് മാതിരിയും ഈ ഒരു രീതിയിലാണ് എനിക്ക് ChatGPT അയച്ചു തന്ന എല്ലാ ഫോട്ടോസും ഉള്ളത്. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ സോ അതിനെ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അന്ന് കുറേയൊക്കെ നമ്മുടെ ബാംബൂ ഫോറസ്റ്റ് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് പുതിയ സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കേവാണോ അല്ല, നമുക്ക് നല്ലോണം കോബിൾ സ്റ്റോൺ വേണം. സോ എന്തായാലും ഫുഡ് എടുത്തടിക്കട്ടെ. ഇതിപ്പോൾ കഴിയും. അത് കഴിഞ്ഞു. പിന്നെ കുറച്ചുള്ളത് എന്താ ഉള്ളത്? 2 ചിക്കൻ. ഈ 2 ചിക്കൻ തിന്നാം. ശരി, ചിക്കനെക്കാട്ടും ഇത് മറ്റേ ഇതിൽ കയറുക അല്ലേ? ആപ്പിളിൽ കയറും അല്ലേ? സ്റ്റോറേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇത് കേവ് അല്ലേ? ഇല്ല, കേവ് അല്ല. സോ ഒരു കേവ് ഇട്ടിരുന്ന സുഖമായിരുന്നു. നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം. നമ്മൾ എവിടെ ഒരു കേവ് ഒക്കെ കണ്ടിരുന്നല്ലോ ഇവിടെ. എനിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഗൈസ് പട്ട് വിളിച്ചിരിക്കുക കള്ളൻ. പക്ഷെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഉള്ളോട്ട് പോയോ നോക്കാം. വരാനൊന്നും സാധ്യതയില്ല അല്ലേ? എങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ടേ ഉള്ളൂ. ലൈഫ് പ്രത്യേകിച്ചൊന്നും ഇല്ലേ? സോ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് പറയാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഈ കോബിൾ സ്റ്റോൺ കുറേ എണ്ണം വേണം. ആ കോബിൾ സ്റ്റോണ് നമ്മൾ കുക്ക് ചെയ്ത് സ്റ്റോൺ ആക്കണം. ആ സ്റ്റോണ് നമ്മൾ എന്താക്കണം? മറ്റേ സ്റ്റോൺ ബ്രിക്കില്ലേ, അതാക്കണം. സോ കുറച്ച് പണിയുണ്ട്, കുറച്ച് മെനക്കെട്ട പണിയാണ്. സോ നമ്മുടെ ഫസ്റ്റ് വീടാണ്. സോ ഞാൻ കുറച്ച് ടൈം എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ കുറച്ച് 2-3 എപ്പിസോഡ് ഞാൻ നമ്മുടെ വീടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എനിക്കറിയാം സാധാരണ യൂട്യൂബേഴ്സൊന്നും നിങ്ങളെ ഇതൊന്നും കാണിക്കാറുണ്ടാവില്ല. ഞാൻ കാണുന്ന ഒട്ടുമിക്ക ഒന്ന് ജസ്റ്റ് ഒരു മറ്റേ കഴിഞ്ഞോട്ടുന്നവരെ കാണിക്കും. ഹിയർ ഈസ് അവർ ഹൗസ് ഗൈസ് എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാനത് ഫുള്ളി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. പ്രത്യേകിച്ച് ഒരു തറവാടിത്തമുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഏത് അങ്ങോട്ട് ഫുള്ള് കാണും. ശേഷം അതാ ഈ ഒരൊറ്റ ഭാഗമാണ് എന്നാണ് തോന്നുന്നത്. വേറെ കേസ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മടിയാവുന്നതല്ല, ഈ വീട്ടിൽ ചെറിയ ഇടയ്ക്ക് ഓരോന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വയ്യാലെ പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടായിട്ടാണ്. അപ്പുറത്തൊന്നെങ്കിൽ കേവ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ എവിടെ ഒരു കേവ് ഉണ്ട്. എന്തായാലും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു മോൺസ്റ്റർ സ്പോണർ കിട്ടിയ നൈസായിരുന്നു. എവിടുന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സോംബിയുടെ സൗണ്ട്. സോംബി ഉണ്ട് ഇപ്പോൾ എവിടെയോ. ഫുള്ള് വെള്ളമാണല്ലോ ഇവിടെ. ഞാനൊന്ന് വല്ല ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ ഗൈസ്. കുറച്ച് ഇവിടെ എന്താ ഉള്ളത്? ഇതെന്തോ പുഴ മരുത്ത സാധനമാണ്. പുഴയല്ല അല്ല, ഇതിൻ്റെ ഇങ്ങോട്ടൊന്നുമില്ലല്ലോ. ഓക്കെ,
അങ്ങോട്ടധികം പൊളിക്കാൻ പറ്റില്ല. സോ ഇവിടുന്ന് ഇങ്ങനെ പൊളിക്കാം. സോ നമുക്കൊരു 2-3 സ്റ്റാക്ക് ഇപ്പോൾ സ്റ്റോണും വേണ്ടി വരും. അതുമാതിരി ഞാൻ ChatGPT ചോദിക്കാണ്ട് എൻ്റെ മൈൻഡിൽ വന്ന ഐഡിയ, നമുക്ക് നമ്മുടെ ബ്രിക്ക് ബ്ലോക്കില്ലേ, നമ്മുടെ ക്ലേ വെച്ചുണ്ടാക്കുന്നത്, അത് നമുക്കൊരു തറവാടി സ്റ്റൈൽ വീടിന് ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് തേക്കാത്ത ഒരുമാതിരിയായി പോകും. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ എത്രയായി കോബ്സ്റ്റോൺ? ഒരു സ്റ്റാക്കും 57 ആയി. മാത്രമല്ല നമുക്ക് ഈ കോബ്സ്റ്റോൺ എടുക്കുമ്പോഴേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. കോബ്സ്റ്റോൺ ഈസ് ദ ബേസിക് നീഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ഈസിക്കൽ ടു നമ്മുടെ പിക്കാക്സ് സക്സസ്ഫുള്ളി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഇത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. എന്തെങ്കിലും നമുക്ക് അയ്യോ ഇതിപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ വെച്ചാൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു പിക്കാക്സ്, അപ്പോൾ നമ്മളൊരു പിക്കാക്സ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കോൾ എടുക്കാം, കാരണം നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുക്ക് ചെയ്യണം. മറ്റേ സിൽക്ക് ടച്ചൊക്കെ ഉണ്ട്, സുഖമാണ്. ബട്ട് എസ് എ ബീനർ നമ്മളെടുത്തതില്ല. ഗൈസ് നിങ്ങളെന്തായാലും ഞാൻ ഈ കോൾ പൊട്ടിക്കുന്ന സമയം കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. മതി നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്. ഒരു സോംബി മാമനല്ലേ ഇത്? ഓ അപ്പോൾ അവിടേക്കാണല്ലേ അവിടെ എന്തൊരു വെളിച്ചം എന്തോ ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മുടെ തരുന്ന സുനിയുടെ പേര് ലാവത്തനായി നോക്കാം. നമ്മുടെ ബാംബു ഫോറസ്റ്റിൽ ഇതാ ഈ ഒരൊറ്റ ഒന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം വളർന്നിട്ടുണ്ട്. ഇത് ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാനുള്ളതും എൻ്റെ അടുത്തില്ല, അത് വേറെ കാര്യം. കോബിൾസ്റ്റോൺ കൊടുക്കുന്നു, കുക്ക് ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ ഈ സ്റ്റോൺ ബ്രിക്കിൻ്റെ റെസിപ്പി എന്താണ്? സ്റ്റോൺ 4 കൊണ്ട് ഗൈസ് ഓക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യത്തെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിർച്ച് കട്ട് ചെയ്യട്ടെ. നമുക്ക് ഇത് വീടുണ്ടാക്കാൻ വേണ്ടി വരും. സോ ബിർച്ച് നമുക്ക് വേറെ ഒന്നിനും ആവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ സീസണിൽ ബിർച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് പ്ലാങ്ക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് തന്നെ നമുക്ക് 4 കിട്ടില്ലോ. അപ്പോൾ അത് എത്ര ഉണ്ടാക്കാം? അതുകൊണ്ട് നമുക്ക് തൽക്കാലം കുക്ക് ചെയ്യാം, ബാക്കി നോക്കാം. കണ്ടോ ഫർണസ് കൊണ്ടോടെ കുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചുറ്റൊരു വെളിച്ചുണ്ട്. കോളധികം യൂസ് ചെയ്യണ്ട, ഞാൻ ബാക്കി ഇത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആയോ? ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇത്ര 2 സ്റ്റാക്കൊക്കെ മതിയാവില്ലേ അല്ലേ? അത് മതിയാവേണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുക്കാവട്ടെ. നമുക്ക് എന്തായാലും 41 മതിയാവില്ലേ ഈ ബ്ലോക്ക്. സോ ഞാൻ കുറച്ചുകൂടി വുഡൊക്കെ കട്ട് ചെയ്യട്ടെ ഗൈസ്. ഇതൊന്നും സാധനം ഗൈസ് ഇവിടെ കുറച്ച് കോളൊക്കെ എടുക്കാം. ഞാൻ വെള്ളത്തിൽ തള്ളിയിട്ട് അധികം ഈ വെള്ളത്തിനടിയിലായി കോൾ ഉണ്ടാവുക. കോള് അതുമാതിരി അയണ്. നമുക്ക് ജാവ അല്ലാത്തതിനെ കൊണ്ട് മറ്റേ ഡോർ വെച്ചിട്ടുള്ള അതിനെ നടക്കില്ലല്ലോ ഗൈസ്. എൻ്റെ അറിവിലത് നടക്കില്ല എന്നാണ്. ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് എടുക്കാം.
ഓ ഇതായിക്കോ എന്താ വഴി? ഓ ഓ ചാല 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 അമ്മച്ചി, ഞാൻ വിചാരിച്ച് തീർന്നു. നമുക്ക് തൽക്കാലം ഒരു സുഖജീവിതം നയിക്കാം ഗൈസ്. നമ്മുടെ അവിടെ ഒരു ഇതുണ്ട് ഗൈസ്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ പേര് ബീട്രൂട്ട് മുളച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, നമുക്കൊരു 12 വുഡ് ഇട്ടാണല്ലേ, അതിനകത്ത് 44 സോ നമുക്കത് മതിയല്ലോ. വുഡ് എടുത്ത് 4 സിമ്പിളല്ലേ ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലും അത് ഓക്ക് ഉപയോഗിക്കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിലും ഇങ്ങനെ വുഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട സാധനങ്ങൾക്കൊന്നും എനിക്ക് ഓക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ആർക്കും വേണ്ടാത്തല്ലേ, എനിക്ക് വേണ്ടാത്ത ഇത് ഞാൻ വെറുതെ ഉപയോഗിക്കണ്ടല്ലോ. ഇത് വെച്ച് ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം, ഈ വൃച്ചായിരിക്കും ഇഷ്ടം, എനിക്കിഷ്ടമല്ല. ദാറ്റ്സ് എ സത്യം. നിറച്ച് പോവാണ് കേസ്. കോഴി ചത്തിട്ട് വാ, കോഴി ചത്തിട്ട് വാ, കോഴി ചത്തിട്ട് വാ, കോഴി. ഓയ് എത്രണ്ണമായി? 22. ഗൈസ് ഞാൻ ഇതല്ല വെച്ചത്, എൻ്റെ അടുത്തുള്ള ഓക്കിൻ്റെ വുഡാണ് ഞാൻ വെച്ചത്. ശരി ഗൈസ്, നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഇതും വുഡാക്കാം. ഇതിപ്പോൾ 1 സ്റ്റാക്ക് പ്ലസ് ഉണ്ടാവുമോ? ഇല്ലല്ലേ, ഉണ്ടാവുമോ? 1 സ്റ്റാക്കും 20 എണ്ണം ഉണ്ട്. ഇതന്നെ എന്താണ് ഇപ്പോൾ പ്രശ്നം? യാതൊന്നുമില്ലെങ്കിലും നമ്മുടെ ഡോഗി കൂട്ടനെ ഞാൻ തീറ്റിക്കും. ഇതുവരെ നമ്മുടെ വില്ലേജ് അവിടെ തന്നെ ഉണ്ട്, ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഓ ഫുഡ് നമ്മൾ അവിടെ ചാകാൻ പോയതിനെ കൊണ്ട് ഫുഡിന് നമ്മുടെ ചത്തിട്ട് വക്ക ഒഴിൻ്റെ ഫ്രണ്ട്, ചത്തിട്ട് വക്ക ഒഴിൻ്റെ ഫ്രണ്ട്. അത് അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്റ്റോൺ ബ്രിക്കാണ് ഞാൻ പ്ലാറ്റ്ഫോമായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് എല്ലാം സെൻറ്റർ. പക്ഷേ നമ്മുടെ ഈ ഒരു തറവാട് ശൈലി വീടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ഫിഷിംഗ് ഡോക്ക് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകില്ല. സോ ഞാനത് ആ പ്ലാന് ഉപേക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമുക്ക് എന്തായാലും വുഡ് തന്നെയാണ് വേണ്ടത്. ഇതിപ്പോൾ എത്ര ബ്ലോക്കായി? 1 2 3 4. ഓക്കെ, ഇതൊരു 2 ബ്ലോക്കായി. 1 2 2 ചെറുതായി പോകാം, 3 ബ്ലോക്ക് ഗ്യാപ്പിടാം. ഓക്കെ, 3 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടു. അതിപ്പോൾ 1 2 3 ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇതിടാം ഗൈസ്. അല്ല, ഒരു വഴിയുണ്ട് ഗൈസ്, എൻ്റെ അടുത്ത് മൈൻഡിൽ ഇപ്പോൾ വന്ന ഒരു ഐഡിയ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ കുറച്ച് സ്റ്റെയർസ് ഉണ്ടാക്കണം. അപ്പോൾ ഒന്നും തന്നെ നമുക്ക് 16 സ്റ്റെയർ ഉണ്ടാക്കാം അല്ലേ ഗൈസ്? ഇത്ര എണ്ണം പോവും, എന്നാലും പോട്ടെ, ആ മതി. നമുക്കേ ഇതൊക്കെ ഒന്ന് സ്ലാബ് ആക്കിയിട്ടെടുക്കാം. കുറച്ചെണ്ണം ബ്ലോക്ക് വെക്കാം, അതടക്കട്ടെ. നമുക്ക് സ്ലാബിനെ കൊണ്ടാണ് കളി. അറ്റത്ത് വരുന്ന ബ്ലോക്കൊക്കെ നമുക്ക് മറ്റേ തന്നെടാം. ഓക്കെ, സോ നോക്കിയില്ലേ, ഇതിനെ കൊണ്ട് ബ്ലോക്ക് ലാഭിക്കാം. 1 2 3
അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യനെ വലത്തെ കാല് വെച്ച് കയറ്റാൻ പോകുന്ന സ്ഥലം. ഇപ്പോൾ ഇത് അയ്യോ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് കുറച്ചിങ്ങനെ ബാക്കോട്ട് കൊണ്ടുവരാം. ഇത്ര മതിയോ? ഇത് കൂടിപ്പോയോ ഇനി? ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1 2 3 4 ഇവിടെ കിട്ടാം. അവിടെ വുഡയുടെ ഇതെന്ത് കളിക്കണേ. ഇത് വെച്ചിട്ട് 2 3 ഓക്കെ. ഇനി ഇത് ഇവിടെ 2 3 ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചില വീടുകളിൽ കുറച്ചിങ്ങനെ നേരെ വന്ന് ഇവിടെ ചെറിയൊരു ഇരിക്കുന്ന സ്ഥലം മാതിരി അതിനിപ്പോൾ നമുക്കതിനെ കാണുന്ന ഭാഗത്ത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം ഗൈസ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ മൈൻഡിലെ പ്ലാൻ. നമുക്ക് ഏതുനേരം വേണേൽ മാറാതിരിക്കാം. നമുക്കത് ഇഭാഗത്തും അങ്ങനെ ചെയ്തൊക്കെ വേണേ. പിന്നെ ഇത് ഒറ്റമായിട്ട് ഒടിക്കാനാകുമോ? അപ്പോൾ അത് ബ്ലോക്കായോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് 3 2 3 3. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് തീർന്നു. നമുക്കൊരു ഇവിടെ വരെ കൊണ്ടുവരാം ഗൈസ്. ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്, ആദ്യമായിട്ടാണ് എത്ര ടൈം എടുത്തിട്ടൊരു വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവന്മാരെയൊക്കെ നടന്നാൽ കാണാം, നടന്നില്ലെങ്കിൽ ഒന്നുമില്ല ഗൈസ്. ഉണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് 29 ഓക്കെയാണ്. എനിക്കിപ്പോൾ അതിനോട് ഇത്ര സ്ലാബ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ച മാത്തമാറ്റിക്സ്. ഞാനിപ്പോൾ അതും കൂടി വേണം. നമുക്കൊന്ന് താഴെതാ ഇപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെ വേണം. ഇതാ നമുക്ക് ഇവിടെ ബ്ലോക്കായിട്ട് തന്നെ. സോ നമുക്കിതിൻ്റെ അടിയിലെ ഭാഗം നമുക്ക് കുറച്ചെങ്കിൽ കുറച്ചായിട്ട്, കാരണം അത് ഇതിപ്പോൾ സ്റ്റാർട്ടർ ആയതിനെ കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക്. അപ്പോൾ അത് കൂട്ടി 1 2 3 4 5 6 ഇത്ര മതിയില്ലേ? മതി. ഇത് മതി. അപ്പോൾ ഇനി ഇവിടുന്ന് 1 2 3 4 5 6 ഓക്കെ. ഇപ്പോൾ ഇവിടെ സെറ്റ്. ഇനിയിപ്പോൾ ഈ വീടൊക്കെ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ താഴോട്ടൊക്കെ ഡിഗ് ചെയ്യുമ്പോഴാണ് പല ഭാഗവും പൊള്ളയാണെന്നുള്ള രഹസ്യം നിങ്ങളറിയാൻ പോകുന്നത്. അല്ല നിങ്ങളല്ല, നമ്മളത് പെട്ടെന്നാണ് അപ്പോഴാണ് ആലോചിക്കുക. നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്. നിങ്ങളെൻ്റെ എല്ലാം അല്ലേ ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റോൺ ഇതിപ്പോൾ ഇത് മതിയാവില്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. ഇനിയും വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് സ്ലാബ് ബോർഡ് ഉണ്ടാക്കാം. എന്നിട്ട് വീണ്ടും ചാച്ചാം. അപ്പോൾ ഗൈസ് ഈ ഉറക്കത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ ദിവസം അവസാനിക്കുകയാണ്. നമ്മുടെ ഈ മൈൻക്രാഫ്റ്റിലെ ഈ ദിവസം അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ് തറവാടി വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ നാളെ. ചിൽഡ്രൻ ബൈ.